നമസ്കാരം. പ്രധാന വാർത്തകൾ. കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ ഉജ്ജ്വല വരവേൽപ്പ്. കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ 12ാമത് സംസ്ഥാന സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. കർണാടകയിലെ വിജയം, കോൺഗ്രസ് ക്യാമ്പുകളിൽ ആഹ്ലാദം, തൊടുപുഴയിൽ പ്രകടനം. വാർത്തകൾ വിശദമായി. കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ ഉജ്ജ്വല വരവേൽപ്പ്. ജില്ലയിലെ അവസാന സ്വീകരണ കേന്ദ്രമായ തൊടുപുഴയിൽ കേരള യാത്ര എത്തിയത് രാത്രി 10 മണിക്ക് ശേഷമാണ്. മഴയെ അവഗണിച്ചും മുനിസിപ്പൽ മൈതാനിയിൽ കാത്തുനിന്ന നൂറുകണക്കിന് പ്രവർത്തകർ ആവേശോജ്വലമായ വരവേൽപ്പാണ് കെപിസിസി പ്രസിഡന്റിന് നൽകിയത്. മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പി.ജെ. ജോസഫ്, പി.ടി. തോമസ് എം.പി., ഡിസിസി പ്രസിഡന്റ് റോയ് കെ പൗലോസ് തുടങ്ങി നേതാക്കളുടെ നീണ്ട നിരയാണ് സമ്മേളന നഗരിയിൽ വന്നുപോയത്. വികസനത്തിൽ ഊന്നിയായിരുന്നു കെപിസിസി പ്രസിഡന്റിന്റെ പ്രസംഗം. മാതൃകയായി മാറാൻ കേരളീയ സമൂഹത്തിന് കഴിയണമെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ വൻതോതിലുള്ള മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആ മാറ്റത്തിനും ആ ചർച്ചകൾക്കും മുൻകൈയെടുക്കാൻ കേരള യാത്രകൾ ഞാൻ മുൻകൈയെടുക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുരക്ഷിത കേരളം എന്ന് പറയുമ്പോൾ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാഹചര്യം കെട്ടിപ്പടുക്കാനുള്ളത് തന്നെയാണ്. പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, പാവപ്പെട്ട ആളുകൾ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ, അവർക്കുള്ള സുരക്ഷിതത്വമാണ് പ്രധാനം. വികസനം എന്നാൽ അമ്പരചുംബികളായ മണിമന്ദിരങ്ങൾ കെട്ടിപ്പൊക്കുക എന്നുള്ളതല്ല, പണക്കാരൻ കൂടുതൽ പണക്കാരനാകുക എന്നുള്ളതല്ല. പാവപ്പെട്ടവന്റെ കുടിലിൽ വെളിച്ചമെത്തിക്കാൻ കഴിയുമ്പോഴാണ് വികസനത്തിന് അർത്ഥമുണ്ടാകുന്നത്. ആ അർത്ഥമുണ്ടാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇവിടെ സുരക്ഷിതത്വത്തിന്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്രമത്തിന്റെ പാത പിടിക്കണം. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിരവധി തവണ അധികാരത്തിൽ വന്ന പാർട്ടിയാണ്, പ്രമുഖമായൊരു പാർട്ടിയാണ്. ആ പാർട്ടി അവരുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തണം. കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്താൻ തയ്യാറാണ്. കാരണം ഈ രാജ്യത്ത് പുതിയ തലമുറയുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യങ്ങളാക്കണമെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തണം. ഹയർ സെക്കൻഡറി ഫലം പുറത്തു വന്നപ്പോൾ താലൂക്കിലെ സ്കൂളുകളിൽ പലതും മികച്ച വിജയം നേടി. വെള്ളിയാമറ്റം ക്രൈസ്റ്റ് കിങ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹരായി. 98.32% വിജയം കൊയ്ത് കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂൾ മികവ് നിലനിർത്തി. പരീക്ഷ എഴുതിയ 179-ൽ 14 പേർ എല്ലാ വിഷയങ്ങളിലും A+ നേടി. കൊമേഴ്സിലെ ശ്രീ പാർവതിക്ക് 1200-ൽ 1200 മാർക്കും ലഭിച്ചു. മികച്ച വിജയം നേടിയ കുട്ടികളെ മാനേജർ RK ദാസ്, പ്രിൻസിപ്പൽ K അനിൽ, PTA പ്രസിഡന്റ് VR പങ്കജാക്ഷൻ നായർ എന്നിവർ അഭിനന്ദിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന് 97.5% വിജയം. 29 പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ഇലക്ട്രോണിക്സ്, കൊമേഴ്സ് ബാച്ചുകൾക്ക് 100% വിജയം നേടാനായി. ഹ്യൂമാനിറ്റീസിൽ ഒരാളൊഴികെ എല്ലാവരും വിജയിച്ചു. 100 പിന്നിട്ട മുൻ കരിമണ്ണൂർ MLA AC ചാക്കോയെ കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. മധുരം നൽകിയാണ് വയോധികനായ നേതാവ് കെപിസിസി പ്രസിഡന്റിനെ സ്വീകരിച്ചത്. ആദ്യം പരിചയപ്പെടുത്തേണ്ടി വന്നെങ്കിലും തുടർന്ന് കുശലം പറഞ്ഞാണ് ചെന്നിത്തലയെ യാത്രയാക്കിയത്. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും AC ചാക്കോയെ സന്ദർശിക്കാൻ എത്തിയിരുന്നു.
കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ 12ാമത് സംസ്ഥാന സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകുമെന്ന് സംഘടനയുടെ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 രാവിലെ 10:30 പ്രകടനവും തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടക്കും. EAP ഹാളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 12 വരെയാണ് സമ്മേളനം. ഈ 12ാമത് സമ്മേളനം എന്ന് പറയുമ്പോൾ ഈ സംഘടനയ്ക്ക് 75 വർഷത്തെ പാരമ്പര്യമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ പ്ലാറ്റിനം ജൂബിലി സമ്മേളനം മലപ്പുറത്ത് വെച്ച് നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ വകുപ്പിലല്ല കേരളത്തിലെ ഏറ്റവും രാജഭരണകാലം മുതൽ പ്രവർത്തിച്ചു വരുന്ന ഭൂമിയായി ബന്ധപ്പെട്ട വിഷയം എന്ന നിലയിൽ ഈ വകുപ്പിൽ പ്രവർത്തിച്ച ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയരഹിതമായ സംഘടനയാണ്. രാഷ്ട്രീയരഹിതം എന്ന് പറയാൻ കാരണം പൊതുവെ എല്ലാവരും മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. സംസ്ഥാന ജീവനക്കാർക്ക് രാഷ്ട്രീയം പാടില്ല. നമുക്കറിയാമല്ലോ, ഗവൺമെന്റ് ഒരു നിഷ്പക്ഷ സമീപനം സ്വീകരിക്കുന്ന ആൾക്കാർ സർക്കാർ ജീവനക്കാർ. എന്നാൽ ദൗർഭാഗ്യവശാൽ കേരളത്തിലെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് ഓരോ സംഘടനയുണ്ട്. അതിൽ വ്യത്യസ്തമായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കാർ ജീവനക്കാരന്റെ സംഘടന എങ്ങനെ ആയിരിക്കണം എന്ന മാനദണ്ഡമനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയുള്ളത്. അതിൽ ദൗർബല്യമുണ്ട്, നേട്ടമുണ്ട്. ദൗർബല്യമുള്ള രാഷ്ട്രീയക്കാരുടെ ഒന്നും വരാത്തതുകൊണ്ട് പല കുഴപ്പമുണ്ടാകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നോട് ആമുഖമായി പറഞ്ഞു, ഈ സംഘടന രാഷ്ട്രീയരഹിതമായി സർക്കാർ ജീവനക്കാരന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. റവന്യൂ വകുപ്പിന്റെ സമൂലമായ മാറ്റമാണ് ഒരു നാടിന്റെ വ്യത്യാസം വരാൻ ഇടയാക്കുന്ന എന്റെ വിശ്വാസം. തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്നു. ആധുനിക രീതിയിൽ സ്കൂൾ കെട്ടിടം പുനർനിർമ്മിച്ചാണ് സ്കൂൾ ഉന്നത ഭൗതിക നിലവാരത്തിലേക്ക് എത്തുന്നത്. തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്തുകയാണ്. അധ്യയന നിലവാരത്തിൽ എന്നും മുന്നിലായിരുന്ന പഴയ ഗേൾസ് സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പിന്നിലായിട്ട് നാളുകളേറെയായി. വളരെ പഴക്കം ചെന്ന കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന LP വിഭാഗത്തിനും ഇടുങ്ങിയ ക്ലാസ് മുറികളിൽ വീർപ്പുമുട്ടുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും പുതിയ അധ്യയന വർഷത്തോടെ മികച്ച പഠന സൗകര്യം പ്രദാനം ചെയ്യുന്ന വിശാലമായ ക്ലാസ് മുറികൾ ലഭ്യമാകും. SSA ഫണ്ട് ഉപയോഗിച്ച് സ്ട്രക്ചർ പൂർത്തിയാക്കിയ LP വിഭാഗത്തിനായുള്ള കെട്ടിടത്തിൽ നഗരസഭ 5 ലക്ഷം രൂപ മുടക്കി ഫ്ലോറിംഗ്, ഇലക്ട്രിഫിക്കേഷൻ തുടങ്ങിയവ പൂർത്തിയാക്കി. പ്രധാന കെട്ടിടത്തിന്റെ 2ാം നിലയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി വിസ്തൃതമായ 5 ക്ലാസ് മുറികളും പ്രിൻസിപ്പലിന്റെ ഓഫീസും നിർമ്മാണം പൂർത്തിയായി. 15 ലക്ഷം രൂപയാണ് ഇതിന് നഗരസഭ വകയിരുത്തിയത്. മന്ത്രി PJ ജോസഫിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം അനുവദിച്ച 1 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണ ജോലികൾ ടെൻഡർ ചെയ്തിരിക്കുകയാണ്. എക്കാലവും നല്ല റിസൾട്ടുള്ള സ്കൂളിനെ എല്ലാ അർത്ഥത്തിലും മുൻനിരയിലെത്തിക്കുവാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് സന്നദ്ധ സംഘടനകളുടെയും ഉദാരമതികളുടെ സഹകരണം ഉണ്ടാകണമെന്ന് PTA പ്രസിഡന്റ് R. ഹരി അഭ്യർത്ഥിച്ചു. തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുള്ള ഒരു സ്കൂളാണ്. താലൂക്കിലെ ഏറ്റവും പഴക്കമുള്ള സ്കൂളുകളിലും ഒന്നുമാണ്. ഏതാണ്ട് 800ഓളം കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എന്നാൽ നല്ല അധ്യയന നിലവാരമൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഒരു വലിയ പ്രശ്നമാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയായിരുന്നു ഈ സ്കൂളിന്. എന്നാൽ അതിന് പരിഹാരം കാണാൻ ഉദ്ദേശിച്ചുകൊണ്ട് കുറേ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ സ്കൂളിൽ നടന്നു വരികയാണ്. ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നല്ല സജ്ജീകരണമുള്ള ഒരു സ്കൂളായി ഇത് മാറും. അതിന് LP UP വിഭാഗത്തിനായി 6 ക്ലാസ് മുറികൾ പുതിയതായി നിർമ്മിച്ച് അത് ക്ലാസ് നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴ നഗരസഭ മുൻകൈയെടുത്ത് 15 ലക്ഷം രൂപ മുടക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി 6 റൂം നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ PTA-യും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ അധ്യാപകരും എല്ലാം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു വികസന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ PTA ഉദ്ദേശിക്കുന്നത് ഏത് മാനേജ്മെന്റ് സ്കൂളിനോടും കടപിടിക്കുന്ന സംവിധാനം ഈ സ്കൂളിലുണ്ടാക്കണം. അതിന് സന്നദ്ധ സംഘടനകളുടെയും ഉദാരമതികളുടെയും എല്ലാം സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കർണാടകയിൽ കോൺഗ്രസ് പാർട്ടി നേടിയ തിളക്കമാർന്ന വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൊടുപുഴയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി.
പ്രകടനത്തെ തുടർന്ന് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി KB സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി BJP അധികാരത്തിൽ വന്നപ്പോൾ ആ തെക്കേ ഇന്ത്യ പിടിച്ചടക്കിയത് പോലെ ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കുമെന്നുള്ള ഹുങ്കുമായി വർഗീയതയും വിഷവിത്തുകൾ വിതറിക്കൊണ്ട് മോഡിയുടെ രംഗത്തിറക്കി ഇന്ത്യ മുഴുവൻ പിടിക്കുമെന്നുള്ള ധിക്കാരത്തോടുകൂടി ഇലക്ഷൻ നേരിട്ട കർണാടകത്തിൽ തിളക്കമാർന്ന വിജയത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. 8-9 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനം അവിടെ സുസംഘടിതമായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സുസംഘടിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിക്കൊണ്ട് ഇതാ തെക്കേ ഇന്ത്യയിലെ ഏക BJP ഭരണം തകർത്തുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ചുകൊണ്ട് വീണ്ടും UPA ഗവൺമെന്റും സോണിയാഗാന്ധിയും നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ വരുവാനുള്ള കളം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ വിജയത്തെ സഹായിച്ച, മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച ജനാധിപത്യ വിശ്വാസികളെയും കോൺഗ്രസിന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഈ തൊടുപുഴ നിവാസികൾ, കോൺഗ്രസിന്റെ ജനാധിപത്യ വിശ്വാസികൾ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, KCന്റെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് ചുറ്റുമതിൽ നിർമ്മിച്ചപ്പോൾ വ്യാപാര സ്ഥാപനത്തിന്റെ വഴിയടച്ചത് തുറന്നു കൊടുക്കണമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് R. രമേശ്. ഏപ്രിൽ 18-ന് വിധി പുറപ്പെടുവിച്ചിട്ടും നടപ്പാക്കിയിട്ടില്ല. കോടതി ഉത്തരവ് പാലിക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 12/3/2013 നമ്മുടെ തൊടുപുഴ സിവിൽ സ്റ്റേഷന്റെ ഭാഗത്തായിട്ട് മഡോണ ടെക്സ്റ്റൈൽസിന്റെ വശത്തുണ്ടായിരുന്ന ഒരു മതില് അന്ന് പൊളിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് പുറമ്പോക്ക് ഭൂമി അതിനകത്ത് ആ മതിലിനുള്ളിലുണ്ട് എന്ന ഒരു പേര് പറഞ്ഞാണ് അന്നത് പൊളിച്ചത്. ഒരു നോട്ടീസ് പോലും നൽകാതെ സാമാന്യ നീതിക്ക് നിരക്കാത്ത രീതിയിൽ ഉള്ള ഒരു പൊളിച്ചു നീക്കലാണ് അന്ന് അവിടെ നടന്നത്. അതിനെതിരെ ഈ കെട്ടിട ഉടമസ്ഥൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ നൽകിയിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് I direct the second respondent എന്ന് പറയുന്നത് തൊടുപുഴ തഹസിൽദാർ, second respondent to immediately demolish the boundary wall constructed across the showroom. ആ ബൗണ്ടറി വാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെമോളിഷ് ചെയ്യാനാണ് കോടതി ഉത്തരവ് നൽകിയിട്ടുള്ളത്. ഹാവിംഗ് ഷട്ടർ ഓഫ് ദ പെറ്റീഷണേഴ്സ് ബിൽഡിംഗ് വിത്തിൻ എ പീരിയഡ് ഓഫ് 3 days from the date of receipt of a copy of this order. ഈ ഓർഡർ നൽകി 3 ദിവസത്തിനകം പൊളിച്ചു നീക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് റെസ്പോണ്ടന്റിനോട് അവർ പണിതിട്ടുള്ള പുതിയ മതില് പൊളിച്ചു നീക്കുവാനായി 3 ദിവസത്തിനകം പൊളിച്ചു നീക്കുവാനായി കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഈ ഉത്തരവ് ഈ ഉത്തരവിന്റെ കോപ്പി ലഭിച്ച് 3 ദിവസത്തിനകം പൊളിച്ചു നീക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പെറ്റീഷണർ ഷാൽ ബി എൻടൈറ്റിൽഡ് ടു പെറ്റീഷൻ കൊടുത്തിട്ടുള്ള വ്യക്തിക്ക് ആ മുറിയിലേക്ക് കടക്കുവാനായി സ്റ്റെപ്പ് നിർമ്മിക്കാവുന്നതുമാണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കോടതി വെക്കേഷനാണ്. അതുകൊണ്ട് ഈ വെക്കേഷൻ ആയതിന്റെ പേരിൽ ഇദ്ദേഹം ഈ ഉത്തരവ് നടപ്പാക്കാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത് നമുക്ക് നീതി നടപ്പാക്കുവാനായിട്ട് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അവര് തന്നെ നിയമം കയ്യിലെടുത്ത് കോടതി വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് നീതി നടപ്പാക്കാണ്ട് മുന്നോട്ടേക്ക് പോകുന്നു. കുടുംബശ്രീ ഇടുക്കി ജില്ലാ വാർഷികം മെയ് 10-ന് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടക്കും. മന്ത്രി PJ ജോസഫ് വൈകിട്ട് 3-ന് പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ സൂസൻ ബെഞ്ചമിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. അന്ന് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി PJ ജോസഫ് സാറാണ്. ബാക്കി എല്ലാ MLA-മാരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കുടുംബശ്രീയുടെ 15ാമത് വാർഷികം നടത്തുമ്പോൾ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്നതിനും സംഘകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്.
അപ്പോൾ അതിൻ്റെ പ്രാരംഭ ഘട്ടമായിട്ടാണ് നമ്മളിത് നടത്തപ്പെടുന്നത്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് വെച്ച് നടത്തപ്പെടുന്നുണ്ട്. കൂടാതെ സംസ്ഥാനതല യോഗത്തിൽ വെച്ചിട്ട് പുതിയ തൊഴിൽ സംരംഭങ്ങളെക്കുറിച്ചുള്ള പരിശീലന പരിപാടി കുടുംബശ്രീ ചെയർപേഴ്സൺമാർക്ക് നൽകുന്നതാണ്. 12,027 സംഘങ്ങളാണുള്ളത്, അയൽക്കൂട്ടങ്ങളാണുള്ളത്. 54 CDS ഉണ്ട്, 54 പഞ്ചായത്ത്, 53 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും CDS. തൊഴിൽ സംരംഭങ്ങളിൽ 1840 ഗ്രൂപ്പുകൾ തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. വിളകൾ, അതായത് അതിൽ പ്രധാനമായിട്ടും കപ്പ കൃഷി, ചേന കൃഷി, ചേമ്പ് ഇങ്ങനെയുള്ളത്, പിന്നെ ഇഞ്ചി കൃഷി, വാഴ കൃഷി, ഇതാണ് പ്രധാനമായിട്ട് പാട്ടത്തിനടുത്ത സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. എല്ലാ യൂണിറ്റുകളും സ്വയം പര്യാപ്തമാണ്. കാരണം ഇവർക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കുന്നുണ്ട്. കൂടാതെ അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ള അവരുടെ ആന്തരിക വായ്പ ഉപയോഗിച്ച് ഇവർ കൃഷി ചെയ്തു വരുന്നു. അപ്പോൾ അവർക്ക് സ്വയം പര്യാപ്തതയാണ്. വിപണി കുടുംബശ്രീ മുഖേന ഇവരുടെ ഉൽപാദന പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവും ഏരിയ ഇൻസെൻറ്റീവും കുടുംബശ്രീ മുഖേന കൊടുക്കുന്നുണ്ട്. കൂടാതെ കൃഷി വകുപ്പ് മുഖേന ലഭിക്കുന്ന സബ്സിഡികൾക്കും ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. മെയ് 10 തൃശൂർ നടക്കുന്ന NGO യൂണിയൻ സുവർണ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ വിളംബര ജാഥ നടന്നു. ജാഥയ്ക്ക് NGO യൂണിയൻ നേതാക്കൾ നേതൃത്വം നൽകി. തെക്കും ഭാഗം കൊച്ചാനിക്കൽ പരേതനായ തങ്കപ്പന്റെ ഭാര്യ കമലാക്ഷി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ ഉജ്ജ്വല വരവേൽപ്പ്. കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ 12ാമത് സംസ്ഥാന സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. കർണാടകയിലെ വിജയം, കോൺഗ്രസ് ക്യാമ്പുകളിൽ ആഹ്ലാദം, തൊടുപുഴയിൽ പ്രകടനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.